ഹലോ നമസ്കാരം. നമുക്കിന്നൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ? ഉച്ചയ്ക്ക് ഊണിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു വറുത്തരച്ച കറിയാട്ടോ. ഇത് ചേന വറുത്തരച്ച് വെച്ച കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഇതിന്. അതിനായിട്ട് ഞാൻ ദാ ഇത്രയുള്ള ചേനയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 കിലോ ഉണ്ടാവും. അപ്പോൾ അത് ഞാനിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുക്കറിലിട്ടാട്ടോ വേവിക്കുന്നത്. അതുപോലെ ചേന നമ്മൾ ക്ലീൻ ചെയ്യുമ്പോണ്ടല്ലോ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ചേനയാണ്. ഇനി ഇത് നമുക്ക് വേവിക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്, ആവശ്യത്തിന് പച്ചമുളക് എടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി വെച്ച് വേവിക്കാൻ വെക്കുക. ഒരു 4 വിസിൽ ഞാൻ എന്തായാലും കുക്കറിൽ അടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരയ്ക്കുവാണല്ലോ, അപ്പോൾ തേങ്ങ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറുക്കണം. വെളിച്ചെണ്ണ ചേർക്കാതെയാണ് ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നത്. ഇനി ആ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാട്ടോ. ഒരു പകുതി സവാള അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി, മീഡിയം ടു ലോ ഫ്ലെയിം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ആദ്യം എണ്ണ ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് എന്താ പറയുക, തേങ്ങയുടെ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതൊന്ന് മാറി വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഒരു ഹാഫ് ഫ്രൈഡ് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാണെങ്കിലും, വെളിച്ചെണ്ണയോ അതോ ഏതെണ്ണയാണോ ഒഴിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അതിനുശേഷം തേങ്ങ നന്നായിട്ട് വറുത്ത് കഴിയുമ്പോൾ, അതായത് കളർ നന്നായിട്ട് ബ്രൗൺ കളറായി ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അത്രയും ഇട്ട് ബ്രൗൺ കളർ ആയപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേ ചട്ടിയിൽ വെക്കരുത്, മാറ്റി വെക്കണം. എന്നിട്ട് അതൊന്ന് എന്താ പറയുക, ചൂട് ആറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം അരയ്ക്കാൻ നേരത്ത് വെള്ളം ചേർക്കണ്ട എന്നുള്ളവർക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ആ എണ്ണയുടെ ഇതുകൊണ്ട് തന്നെ അരച്ചെടുക്കാം. അപ്പം നമുക്ക് വറുത്തരയ്ക്കുന്ന കറിക്ക് കുറച്ചുകൂടെ നല്ല കറുത്ത കളർ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ചേനയിൽ ഒഴിച്ച വെള്ളം ഉണ്ടല്ലോ, വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ചധികം വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഈ തേങ്ങയിലോട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ച് വറുക്കാറില്ല, കാരണം അധികം എണ്ണ ഒഴിച്ച് അത് ഹെൽത്തിനും നമുക്ക് കേടാണ്. പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോൾ മാത്രം നല്ല വറുത്തരച്ച കറി ആ ഒരു കളറിൽ കിട്ടണമെങ്കിൽ എണ്ണയിൽ തന്നെ വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ആ അരപ്പ് നമ്മൾ ചേനയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം, നമുക്ക് എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് നമ്മളത് എന്താ പറയുക, ഒന്നുകൂടി കുക്ക് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് തിളക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അതുപോലെ മധുരത്തിന് ഞാൻ 1 ടീസ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ഇറക്കണ സമയമാകുമ്പോൾ, നമുക്ക് ആവശ്യത്തിന് വറ്റി ചാറ് കുറുകിയെന്ന് കാണുമ്പോൾ ഇറക്കണ സമയമാകുമ്പോൾ താളിച്ചിടാം. വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇടുക, കറിവേപ്പില ഇടുക, വറ്റൽമുളക് ഇടുക. എന്നിട്ട് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടെ അടിപൊളി ചേന വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്